ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാവരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷവിസ്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാः. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാരിഹാവ. പുത്രേതി തന്മയതയാദരവോ വിനേദോ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷദാന്തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനോപയാമി ഗുരും മുനീനാം. കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണാവതാരം വീഡിയോയിൽ നമ്മൾ കൃഷ്ണാവതാരത്തെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ആജ്ഞപ്രകാരം വസുദേവർ ശ്രീകൃഷ്ണനെയും കൊണ്ട് ഗോകുലത്തിൽ പോയി യശോദയുടെ മെത്തയിൽ ശ്രീകൃഷ്ണനെ കിടത്തി മായാദേവി, അവിടെ യശോദ പ്രസവിച്ച് കിടക്കുന്ന മായാദേവിയെ എടുത്തുകൊണ്ട് സ്വപുരിയായ മധുരാപുരിയിലേക്ക് തിരിച്ചു വന്ന് ജയിലിനകത്ത് പ്രവേശിച്ചു. അകത്ത് കടന്നതും മായാദേവി പെൺകുട്ടി നല്ല ഒച്ചത്തിൽ അങ്ങോട്ട് നിലവിളിക്കുകയാണ്, കരയുക. ഇത് കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ ദ്വാരപാലകന്മാരും എണീറ്റ് വന്ന് നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. കുട്ടിയുടെ ഒച്ച കേട്ടിട്ട് നേരെ ഒരു കംസൻ്റെ അടുത്ത് പോയി പറഞ്ഞു. കംസനാണെങ്കിൽ തലമുടിയൊക്കെ കഴിച്ചിട്ട് പകുതി വസ്ത്രം കഴിഞ്ഞ് പരിഭ്രമത്തോടു കൂടി നേരെ ജയിലിലെത്തി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഏതായാലും ഇതിനെ വധിച്ചേ പറ്റൂ എന്നുള്ള ഭാവത്തിൽ കുട്ടിയെ എടുക്കുകയാണ്. അപ്പോൾ ദേവകി പാവം സങ്കടപ്പെട്ടുകൊണ്ട് കംസനോട് പറയുക, ചേട്ടാ നമാതിരി എനിക്ക് എൻ്റെ എല്ലാ കുട്ടികളെയും അങ്ങനെ വധിച്ചു, എനിക്കിനി ഗർഭം ഉണ്ടാവുമോ കുട്ടി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് ഈ പെൺകുട്ടി ഇവിടെ നിന്നെ കൊല്ലാൻ പോകുന്നുണ്ടോ, ആ പെൺകുട്ടിയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് പറഞ്ഞപ്പോഴും ആ ദുഷ്ടനല്ലേ കംസൻ, അവനുണ്ട് ചെവി കേൾക്കണ, ഇതിനെ കൊന്നില്ലെങ്കിൽ എൻ്റെ മൃത്യു നിശ്ചയം എന്ന് ഉള്ള ഭാവത്തോടു കൂടി ആ കുട്ടിയെ കൊണ്ട് പഴയതുപോലെ കാല് പിടിച്ച് പാറയിലങ്ങനെ അടിക്കാൻ പോയതും ആ മായാദേവി പെട്ടെന്ന് ആകാശത്തിലേക്ക് ഉയർന്നിട്ട് അഷ്ടോഭുജാംഗീം മഹിഷസ്യമർദിനീം സശംഖചക്രാം ശരശൂലധാരിണീം താൻ ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ എന്ന് ദേവിമാനത്തിൽ പറയുന്ന പോലെ 8 കൈകളോടുകൂടി, അതായത് ഓരോന്നിലും ശംഖ, ചക്ര, ഗദ, ശൂലം, വാള് എന്നീ ആയുധങ്ങളോടുകൂടി ചുവന്ന പട്ടൊക്കെ എടുത്ത് ദേവി അങ്ങനെ വിളങ്ങണം മുകളിൽ. എന്നിട്ട് പറയാണ് അത് കംസൻ്റെ അടുത്ത്, എടോ മന്ദബുദ്ധിയായ കംസ,
ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതിലെന്ത് കാര്യം? നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു, അതിനെന്താ പ്രതിവിധി എന്ന് ചെയ്യാന്നുള്ളത് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവി അന്തർധാനം ചെയ്തു. ഒരുപക്ഷെ കംസൻ കാലു പിടിച്ചല്ലോ മായയുടെ, ദേവിയുടെ. അതുകൊണ്ടായിരിക്കാം കംസന് ദർശനം കിട്ടിയത് എന്നും പറയാറുണ്ട്. അങ്ങനെ ഇരിക്കെ കംസൻ ആ രാത്രി ഉറക്കമില്ലാണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ മന്ത്രിസഭ വിളിച്ചു. എല്ലാം എസ് ആർ വേണ്ട മന്ത്രികളാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ സാധാരണ കാണുന്നത് നമ്മൾ. ആ മന്ത്രിമാരോടുകൂടി ആലോചിച്ചു, ഇത് അങ്ങനെയാണ് സംഭവം നടന്നിരിക്കണേ, എന്താ ചെയ്യേണ്ടത് എന്ന്. മന്ത്രിമാരുടെ ഉപദേശം കേൾക്കണമല്ലോ. അവർ പറഞ്ഞു, ഇതിനിപ്പോൾ എന്താ വലിയ കാര്യമൊന്നുമില്ല, കുട്ടി ജനിച്ചു എന്നല്ലേ പറഞ്ഞത്. അയ്യേ, ദേവന്മാർക്ക് ഇപ്പോൾ ബുദ്ധിയൊന്നുമില്ല, ഭയങ്കര വിഡ്ഢികളായിട്ടുണ്ട്. അവർ നമുക്ക് ക്ലൂ തന്നു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് നമുക്ക് ജനിച്ച കുട്ടികൾ 10 ദിവസത്തിൽ കുറവാണെങ്കിലും ഇപ്പോൾ ജനിച്ചതാണെങ്കിലും എല്ലാ കുട്ടികളെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ മൃത്യു ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ ദേവന്മാർ എങ്ങനെ അവർക്ക് സുഖം വരണമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, പശുക്കൾ, ധർമ്മം, ആചാരങ്ങൾ, യജ്ഞങ്ങൾ ഇതുപോലെല്ലാം ചെയ്യുമ്പോഴാണ് അവർക്ക് ഗുണമുണ്ടാവുക. നമുക്കതൊക്കെ ഇല്ലാണ്ടാക്കാം, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരാം എന്ന് പറഞ്ഞത് കംസന് കാര്യം മനസ്സിലായി. ശരി എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. എന്നിട്ട് പൂതനയെ വിളിച്ച് പറഞ്ഞു, പൂതനെ, ആരാണ് പൂതന? പൂതന ബാലഘാതഗ്നി, എല്ലാ കുട്ടികളെയും കൊല്ലുകയാണ് അവളുടെ ജോലി. അവൾ വിളിച്ചിട്ട് പറഞ്ഞു, രാക്ഷസിയാണ്. അവൾ വിളിച്ച് പറഞ്ഞു, ഒരുമാതിരി കുട്ടികളൊക്കെ ഇപ്പോൾ ജനിച്ചതാണെങ്കിലും 10 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള കുട്ടികളെ എല്ലാത്തിനെയും കൊന്നിട്ട് വാ എന്ന് പറഞ്ഞ് അവൾ പറഞ്ഞൊക്കെയാണ് തീരുമാനിച്ചു. ഇവിടെ ഗോകുലത്തിൽ കൃഷ്ണൻ ജനിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ജനിച്ചിട്ടോ ഈ യശോദയ്ക്ക് കുറേ വയസ്സായതിനു ശേഷമാണ് ഈ കുട്ടിയെ കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. ഈ വർത്തമാനം ഗോപന്മാരും ഗോപസ്ത്രീകളും അറിഞ്ഞു. അവർ എല്ലാവരും കൂടി നല്ലപോലെ വേഷഭൂഷണങ്ങളൊക്കെ ചെയ്ത്, എന്താ അമ്പലത്തിലേക്കല്ലേ പോണേ, അമ്പലത്തിലേക്ക് പോകുമ്പോൾ നല്ലോണം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വേണ്ടേ പോകാൻ, ഭഗവാനെ കാണാൻ എന്നുള്ള ഭാവത്തിൽ കുട്ടിക്ക് വേണ്ട ഉപഹാരങ്ങൾ എടുത്ത്, ഇതെന്താ ഉപഹാരങ്ങൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, കുട്ടികളെ കാണാനോ വയസ്സായ ആൾക്കാരെ കാണാനോ അമ്പലത്തിലേക്ക് പോകുമ്പോഴോ വെറും കൈയോട് പോകാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് അവർ അതിനുള്ള ഇതെല്ലാം കൊണ്ടുവന്നു. കുട്ടിയെ കാണാൻ വന്നു. ആ സമയത്ത് ആരാ ആദ്യം കുട്ടിയെടുക്കുക എന്നിരിക്കുകയല്ലേ. അവിടെയാണെങ്കിൽ ഗോകുലത്തിൽ നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഉത്സവമല്ലേ, കൃഷ്ണൻ ജനിച്ചതിൻ്റെ ഗംഭീരമായി നടക്കുന്നുണ്ട്. ഇവരാണ് ഗോപസ്ത്രീകളാണെങ്കിൽ റൗണ്ടായിട്ട് ചുറ്റും നിന്നത്ര. എനിക്ക് ആദ്യം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും നിന്ന് കൃഷ്ണൻ എടുത്തു, ഒരു കയ്യിലെടുത്തു താമര പോലെ. അത് കഴിഞ്ഞ് അടുത്ത കയ്യിലേക്ക് പോയി, ഇവിടെ ലാളിക്കൂ, എന്നിട്ട് അടുത്ത കയ്യിലേക്ക് പോകും. ഇങ്ങനെ ചുറ്റി പോകുമ്പോൾ മുകളിൽ നിന്ന് ദേവന്മാർക്ക് തോന്നിയത്ര, ഇതെന്താ അത് വലിയൊരു താമരപ്പൊയ്ക, അതിൽ ധാരാളം താമരപ്പൂക്കൾ. ആ പൂക്കളിൽ ഇങ്ങനെ വണ്ട് ഓരോ പൂവായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമല്ലോ എന്ന് അവർ അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ രാക്ഷസിയായ പൂതന ഗോകുലത്തിലെത്തി എങ്ങനെയാ കൃഷ്ണനെ കയ്യിലാക്കുക, എങ്ങനെയാ കൊല്ലുക എന്നുള്ള ഭാവത്തിൽ കാത്തിരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, അവിടെ ഒരുപാട് ഗോപസ്ത്രീകളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ലപോലെ അലങ്കാരമൊക്കെ ചെയ്ത് സുന്ദരിമാർ. അപ്പോൾ ഇവള് വിചാരിച്ചു, ഞാനും ആ വേഷത്തിൽ പോയാൽ എളുപ്പത്തിൽ ഉള്ളിൽ കിടക്കാൻ പറ്റും എന്ന് വിചാരിച്ച് വളരെ സൗന്ദര്യവതിയായി, മായ കൊണ്ട് സൗന്ദര്യവതിയായി തീർന്ന് ഉടനെ നന്ദഗോപരുടെ ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താ, കൃഷ്ണൻ കണ്ണടച്ചത്. ഗോപസ്ത്രീകളൊക്കെ വിചാരിച്ചു,
ഇതെന്താ ഇത്, ഇങ്ങനെ ഒരു സ്ത്രീ ഇതുവരെ നമ്മൾ കണ്ടിട്ടല്ലോ, ഇത്രയും സൗന്ദര്യമായ ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കണമല്ലോ, ഒരുപക്ഷെ മഹാവിഷ്ണുവിനെ തേടി ലക്ഷ്മി ദേവിയാണോ വന്നിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നിയത്ര. കൃഷ്ണൻ അങ്ങനെ കണ്ണടിച്ചു. എന്താ കണ്ണടയ്ക്കുന്ന? രണ്ട് കാര്യമാണ്. ഒന്ന്, ദുഷ്ടന്മാരെ കണ്ടാൽ ദൂരവേ ലഹ എന്ന് പറയും, അതുപോലെ കണ്ണടച്ച് അങ്ങനെ ഇരുന്നു. അല്ലെങ്കിലോ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടിരുന്ന് ഇവരിങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നാൽ പൂതനയുടെ കയ്യിൽ എനിക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തു വേണം? ഉറങ്ങിയെന്ന് ഭാവിച്ചു. ഗോപസ്ത്രീയൊക്കെ കുട്ടിയെടുത്ത് തൊട്ടിയിലിട്ടു. അവരവരുടെ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൂതന ഉടനെ ആ കുട്ടിയെടുത്ത് മടിയിൽ വെച്ച് വളരെ ഘോരമായ വിഷം തേച്ച സ്ഥലത്ത് കൊണ്ട് സന്യപാനം ചെയ്യിച്ചു. ഭഗവാനാണെങ്കിലോ, ഭഗവാനറിയാം ഇത് കൊല്ലാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്തു? ഭഗവാൻ ആ സ്ഥലങ്ങളെ കൈകൊണ്ട് നല്ലോണം അമർത്തി പിടിച്ച് വായിലിട്ട് കടിച്ച് അവളെ വധിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവൾ പറയാണ്, സാ മുഞ്ച എന്ന് പറഞ്ഞ് കരയാണ്. എന്നെ വിട്, എനിക്ക് വയ്യ, എനിക്ക് വേദനിക്കണമെന്ന് ഒച്ചയിടുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാൻ നിന്നെ വിടുവിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ് പ്രാണൈസമം രോഷസമന്വിതോ അഭിപത്, പ്രാണത്തിനോടുകൂടി അങ്ങനെ കുടിച്ചു അത്ര. എന്ത് സന്യവാനി പ്രാണനും എടുത്തു എന്നർത്ഥം അതിൻ്റെ. അങ്ങനെ ഇരിക്കെ കുട്ടികളെല്ലാം ഗോപന്മാരെല്ലാം നോക്കിയപ്പോൾ ഈ സുന്ദരിയായ സ്ത്രീയെ അങ്ങനെ പെട്ടെന്ന് വീണു ഭൂമിയിൽ വീണ സമയത്ത് എന്താ, രാക്ഷസി, ഭയങ്കര ഉഗ്ര രൂപത്തിലുള്ള ഒരു രാക്ഷസിയാണ് കിടക്കുന്നത്. എങ്ങനെയുള്ളത്? വലിയ തേറ്റപ്പല്ലുകൾ, കുന്നുപോലുള്ള മൂക്ക്, കൊടുമുടി പോലുള്ള സ്തനങ്ങൾ, പൊട്ടക്കിണർ പോലുള്ള കണ്ണുകൾ, അണക്കെട്ട് പോലുള്ള കൈകാലുകൾ എന്നിങ്ങനെ ബീഭത്സമായ ഒരു സ്വരൂപത്തിലാണ് ആ പൂതനയുടെ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ നമ്മുടെ കൃഷ്ണൻ എന്താ ചെയ്യുക? കൃഷ്ണൻ യാതൊരു കോസലുമില്ല, സുഖമായി കൈയും കാലടിച്ച് കളിക്കുകയാണ്. എവിടെ? പൂതനയുടെ ദേഹത്തിലേ. ഉടനെ ഗോപികന്മാർ വന്നു, കൃഷ്ണനെ എടുത്ത് അതുപോലെ കുളിപ്പിച്ച്. ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഗോമൂത്രേണ സ്നാപയിത്വ പുനർഘോരജസാർഭകം രക്ഷാം ചക്രുശ്ചകൃത ദ്വാദശാംഗേഷു നാമവീ. 12 അംഗങ്ങളിലും ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചതിന് ശേഷം 12 അംഗങ്ങളിലും ഓരോ രക്ഷകളൊക്കെ ചെയ്തു. അങ്ങനെ ഭഗവാനെ അവർ യശോദയോട് സ്തന്യപാനത്തിനായി കൊടുത്തു. ഇവിടെ ആ പൂതന എന്താ ചെയ്യുക അറിയില്ല. ആ സമയത്ത് നന്ദഗോപർ അവിടെ ഇല്ല. കംസന് ടാക്സ് കരം കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരാപുരിയിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ വസുദേവരെ കണ്ടു. വസുദേവർ ചോദിക്കുകയാണ്, എൻ്റെ മകനായ അങ്ങ് വളർത്തി വരുന്ന കുട്ടി എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കണം. അതിൽ ചില അർത്ഥങ്ങളുണ്ട്, അത് ഞാൻ വിസ്തരിക്കണില്ല. അപ്പോൾ ഏതായാലും നന്ദഗോപന് മനസ്സിലായില്ല ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ അയാൾ സ്നേഹത്തിൻ്റെ പേരിൽ ചോദിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് പറയാണ്, നന്ദഗോപർ പറയാണ്, ഉടനടി നിങ്ങളിവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഉടനടി തിരിച്ചു പോവുക, ഒരുപാട് ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനടി ഇവരെല്ലാവരും കൂടിയിട്ട്, ഗോപന്മാരും നന്ദഗോപരും കൂടിയിട്ട് ഗോകുലത്തിൽ വന്ന് നോക്കുമ്പോൾ എന്താ, ഒരു പർവ്വതം പോലെ ഒരു ശരീരം അവിടെ കിടക്കണു. എന്താ ചോദിച്ചു. ഗോപന്മാരെല്ലാം കൂടി വിസ്തരിച്ച് പറഞ്ഞു ഇന്നതാണ് കാര്യങ്ങളെന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് മഴ കൊണ്ട്
അവളെ കഷ്ണം കഷ്ണമായി മുറിച്ചു അത്ര. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കഷ്ണം കഷ്ണമായി മുറിച്ച് ചിതയിൽ കൊളുത്തി. എന്തൊരു അതിശയമാണ്! അതിൽ നിന്ന് വരുന്ന പുകയെല്ലാം സുരഭി, സുഗന്ധത്തോടു കൂടിയാണ് അത്ര വരുന്നത് അല്ലേ? ഭയങ്കര അതിശയമല്ലേ? എന്താ കാരണം എന്ന് ഇവർക്കിനെ ആലോചിക്കുക. ഗോപന്മാർക്ക് ഇതുപോലെ ഒന്നും കേട്ടിട്ട് കൂടിയില്ല. നമ്മളെ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ സ്പർശം തട്ടിയത് കൊണ്ട് അവളുടെ പാപമെല്ലാം തീർന്ന് പുണ്യവതിയായി കഴിഞ്ഞു. അതുകൊണ്ട് അവൾക്ക് പാപമൊന്നുമില്ല. അതുകൊണ്ടാണ് അത്ര സുഗന്ധം. അല്ലെങ്കിൽ ദുഷ്ടവിചാരത്തോടു കൂടിയാണ് സ്തന്യപാനം ചെയ്യിപ്പിച്ചത് എങ്കിലും സ്തന്യപാനം ചെയ്യിപ്പിക്കുന്ന ആരാ? അമ്മ. അപ്പോൾ അമ്മയുടെ സ്ഥാനമല്ലേ എന്ന് പറഞ്ഞിട്ട് കരുണാനിധിയായ ഭഗവാൻ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. അതാണ് പൂതനാമോക്ഷത്തിലെ ഈ കഥ. അത് ചുരുക്കി ഞാൻ പറയേണ്ടാണ്. ഇതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ, പൂതന ലോകബാലഗ്നി രാക്ഷസീ രുധിരാസന ജിഗാംസയാഭി ഹരേ സ്തനം ദത്വാ ആപസദ്ഗതിം. അതായത് സ്തന്യപാനം ചെയ്യിച്ച് ദുഷ്ടയായ ആ പൂതന നല്ല സൽഗതിയെ പ്രാപിച്ചു, മോക്ഷത്തെ പ്രാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കിം പുനഃ ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രീതമം കിന്നു രക്താസ്തൻ മാതരോ യഥാ. അങ്ങനെ ഇരിക്കെ നമ്മളെപ്പോലെ ഭക്തിയോടും സ്നേഹത്തോടും വിനയത്തോടും എല്ലാം നല്ല മനസ്സോടുകൂടി ഇരിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം ലഭിക്കില്ല? തീർച്ചയായും നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല, ഈ പൂതനാമോക്ഷം കൊണ്ട് ഒരു പൂതനയോട് കൊന്നു എന്നല്ല, മനസ്സിലായില്ലേ? പൂതനാമോക്ഷം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യേതത് പൂതനാമോക്ഷം കൃഷ്ണസ്യ ആർഭകമദ്ഭുതം ശൃണുയാത് ശ്രദ്ധയാ മർത്യ ഗോവിന്ദേ ലഭതേ രതിം. ഈ പൂതനാമോക്ഷം എങ്ങനത്താണ്? കൃഷ്ണൻ്റെ അർഭകാത്ഭുതം, കുട്ടിക്കളി പോലെ ഉള്ള ഒരു അദ്ഭുതമായ കർമ്മമാണ് കൃഷ്ണൻ ചെയ്തത്. അങ്ങനെയുള്ളത് ശൃണുയാ ശ്രദ്ധയാ മർത്യ, നമ്മൾ മനുഷ്യന്മാരായ നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഗോവിന്ദേ ലഭതേ രതിം, ഭഗവാനിൽ നമുക്ക് ഭക്തി ഉണ്ടാകും എന്നുള്ളതാണ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ചെറിയ പ്രവചനം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.